ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ പേരിൽ UDF നേതാക്കളെ വേട്ടയാടാനുള്ള CPM സർക്കാരിന്റെ ഗൂഢാലോചനയ്ക്ക് കനത്ത തിരിച്ചടിയാണ് അടൂർ പ്രകാശ് MP ഇന്നലെ നൽകിയത്. SITക്ക് മുന്നിൽ ഹാജരായി പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും അഭിമാനം നൽകുന്നതും എതിരാളികളെ വിറളി പിടിപ്പിക്കുന്നതുമായിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം CPM നിയന്ത്രിക്കുന്ന പോലീസ് സംഘം അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു വാഗ്ദാനം വെച്ചു. സർ, നമുക്ക് പുറകിലെ വഴിയിലൂടെ പോകാം. മാധ്യമ കണ്ണുകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ഞാൻ ഒളിച്ചോടി പോകില്ല, വന്ന വഴിയിലൂടെ തന്നെ മടങ്ങും എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുൻവാതിലിലൂടെ തന്നെ മാധ്യമങ്ങളെ നേരിട്ടു. കുറ്റം ചെയ്തവർക്ക് മാത്രമേ ഒളിച്ചോടേണ്ട പശ്ചാത്താപമുള്ളൂ. നിരപരാധിയായ അടൂർ പ്രകാശിന് ആരെയും പേടിക്കാനില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് വർഷങ്ങളായുള്ള പരിചയമുണ്ടെന്ന നുണപ്രചാരണങ്ങളെ അദ്ദേഹം തകർത്തെറിയുകയായിരുന്നു. 2019 മുതലുള്ള ഒരു സാധാരണ പരിചയം മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. തന്റെ മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന നിലയിൽ ഒരാൾ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ അല്ലെങ്കിൽ ഒരു ചടങ്ങിലേക്ക് വിളിച്ചാൽ പോകാതിരിക്കാൻ ഒരു ജനപ്രതിനിധിക്ക് കഴിയില്ല. 1996 മുതൽ MLA ആയും മന്ത്രിയായും MP ആയും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന താൻ ആരെങ്കിലും വിളിച്ചാൽ പോകുന്നത് തന്റെ ഉത്തരവാദിത്തമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതൊരു കുറ്റമായി കാണുന്നത് രാഷ്ട്രീയ തിമിരം ബാധിച്ചവർ മാത്രമാണ്. ഈ അന്വേഷണത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ വ്യക്തമാണെന്ന് അടൂർ പ്രകാശ് തുറന്നടിക്കുന്നുണ്ട്. UDF കൺവീനറെയും മറ്റ് പ്രമുഖ നേതാക്കളെയും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് രാഷ്ട്രീയമായ പ്രതികാരം തീർക്കാനാണ്. സർക്കാരിന്റെ വീഴ്ചകൾ മറച്ചുവെക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാക്കളെ ചെളിവാരിയെറിയുന്ന CPM തന്ത്രമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. സാമ്പത്തിക ഇടപാടുകളോ പാരിതോഷികങ്ങളോ വാങ്ങുന്ന സ്വഭാവം അടൂർ പ്രകാശിനില്ല എന്നും അദ്ദേഹത്തിന്റെ ദീർഘകാല രാഷ്ട്രീയ ജീവിതം നമ്മളെ അറിയിക്കുന്നുണ്ട്. ചില മാധ്യമങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അനാവശ്യ ആഘോഷങ്ങളെ അദ്ദേഹം പുച്ഛിച്ച് തള്ളുകയും ചെയ്തു. കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരുമെന്നും അന്ന് ഇത്തരം നുണക്കഥകൾ മെനഞ്ഞവർക്ക് നിയമവിരുദ്ധമായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കും കണക്ക് പറയേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പും നൽകി. എന്തായാലും അടൂർ പ്രകാശിനെ പോലുള്ള ഒരു നേതാവിനെ തളർത്താൻ CPMന്റെ ഇത്തരം തരംതാണ നീക്കങ്ങൾ കൊണ്ട് സാധിക്കില്ല. SITയുടെ പക്കൽ അദ്ദേഹത്തിനെതിരെ ഒരു തെളിവുമില്ല. സത്യം പകൽ വെളിച്ചം പോലെ തെളിയുന്ന സമയം വിദൂരവുമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിയത് CPMന്റെ ഒത്തുകളിയാണെങ്കിൽ അടൂർ പ്രകാശിനെ കുടുക്കാൻ നോക്കുന്നത് അവരുടെ പരാജയ ഭീതിയാണ്. എന്തായാലും അടൂർ പ്രകാശിന്റെ വാക്കുകൾ കൂടി നമുക്ക് കേട്ടു നോക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം. അത് ഇറങ്ങി വരുന്ന അവസരത്തിൽ അവർ എന്നോട് പറഞ്ഞു നമുക്ക് സാറിന് പുറകിക്കട പോകാനുള്ള വഴിയുണ്ട്. ഞാൻ പറഞ്ഞു പുറകിക്കട ഞാൻ പോകുന്നില്ല, ഞാൻ മുമ്പിൽ കൂടെയുള്ള വഴിയിലേ ഇവിടെ പോകത്തുള്ളൂ. അങ്ങനെ മുമ്പിൽ കൂടെയുള്ള വഴിയിലൂടെ പോകും എന്ന് പറഞ്ഞതനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ഞാൻ മുമ്പിൽ കൂടെയാണല്ലോ ഇറങ്ങി വന്നത്. ഞാൻ ഒളിച്ചോടി പോയില്ല, അവിടെ വെച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആഘോഷങ്ങൾ ഇങ്ങനെ പലതരത്തിലും നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓരോ ചാനലിലും അവരുടേതായ മാന്യത വെച്ചുകൊണ്ട് ഉള്ള ആഘോഷങ്ങൾ നടന്നു. ഈ ആഘോഷങ്ങൾ നടത്തിയ ചില ആളുകളുണ്ട്. SITയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലുണ്ട് എന്ന ആക്ഷേപം പരസ്യമായി ഉന്നയിച്ച് പ്രത്യക്ഷ പ്രതിഷേധത്തിലാണ് കോൺഗ്രസും UDFും. ഇത്തരത്തിൽ ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് പിന്നിൽ അത്തരത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയ ഇടപെടലുണ്ടോ? അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട് എന്നുള്ളതിന്റെ പ്രത്യേകമായി ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്കും വിലയിരുത്തൽ നടത്താൻ പറ്റുന്ന ആളുകളാണ്. ഇപ്പോൾ UDF കൺവീനറെ തന്നെ വിളിച്ച് ഒരു ചോദ്യം ചെയ്യൽ SITയുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങളെ കൂടി അറിയിച്ചുകൊണ്ടായിരിക്കും ഞാൻ SITയുടെ മുമ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം. അത് ഇറങ്ങി വരുന്ന അവസരത്തിൽ അവർ എന്നോട് പറഞ്ഞു നമുക്ക് സാറിന് പുറകിക്കട പോകാനുള്ള വഴിയുണ്ട്. ഞാൻ പറഞ്ഞു പുറകിക്കട ഞാൻ പോകുന്നില്ല, ഞാൻ മുമ്പിൽ കൂടെയുള്ള വഴിയിലേ ഇവിടെ പോകത്തുള്ളൂ. അങ്ങനെ മുമ്പിൽ കൂടെയുള്ള വഴിയിലൂടെ പോകും എന്ന് പറഞ്ഞതനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ഞാൻ മുമ്പിൽ കൂടെയാണല്ലോ ഇറങ്ങി വന്നത്. ഞാൻ ഒളിച്ചോടി പോയില്ല, അവിടെ വെച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആഘോഷങ്ങൾ ഇങ്ങനെ പലതരത്തിലും നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓരോ ചാനലിലും അവരുടേതായ മാന്യത വെച്ചുകൊണ്ട് ഉള്ള ആഘോഷങ്ങൾ നടന്നു. ഈ ആഘോഷങ്ങൾ നടത്തിയ ചില ആളുകളുണ്ട്. അവരെ ഒന്നും വെറുതെ ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വരാൻ പോവുകയാണ്. വലിയ കാലതാമസം ഇല്ലാതെ ഞങ്ങൾ അധികാരത്തിൽ വരും. വരുന്ന സമയത്ത് ഈ ആഘോഷങ്ങൾ നടത്തിയ ആളുകളെ ഞങ്ങൾ അന്നേരം അവിടെ വെച്ച് കണ്ടുപോകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് കാലങ്ങളായി പരിചയമുണ്ട്. ആ പരിചയം ഇപ്പോൾ ഒരു ബാധ്യതയായി തോന്നുന്നു. അല്ല, അതിപ്പോൾ 2019 കാലങ്ങളായിട്ട് എനിക്ക് പരിചയമൊന്നുമില്ല. 2019 മുതലുള്ള പരിചയമേ ഉള്ളൂ. അത് കുറേ ചുരുങ്ങിയ നാളുകൾ കൊണ്ടുള്ള പരിചയം മാത്രമാണുള്ളത്. ആ പരിചയം എന്ന് പറയുന്നത് എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഇപ്പോൾ നിങ്ങൾ തന്നെ എന്നോടൊരു കാര്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ വരണം എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, തെറ്റിദ്ധരിക്കരുത്. വീട്ടിൽ ഒരു മരണമുണ്ടായി അല്ലെങ്കിൽ ഒരു ചടങ്ങുണ്ടായി എന്ന് എന്നെ വിളിച്ചാൽ
ഒരു MP എന്നുള്ള നിലയിൽ എൻ്റെ കടപ്പാട് ഞാൻ അത് പണ്ട് മുതലേ 96 മുതൽ MLA ആയ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഈ പറയുന്ന കാലഘട്ടം വരെയും ഞാൻ അങ്ങനെ തന്നെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്ന ഒരാളാണ് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കും. ഈ മണിക്കൂറുകൾ നീണ്ടല്ലോ ഈ ആശയവിനിമയം SIT-യുമായിട്ട്. ഇതോടുകൂടി SIT-യുടെ എല്ലാ സംശയവും തീർന്നു. ഇനി വിളിപ്പിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, അത് അവരോട് ചോദിക്കണം, എനിക്കറിയില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം തന്നെ മറുപടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചോ പാരിതോഷികം അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാര്യത്തിന് ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി. അതിലിപ്പോൾ സാമ്പത്തിക ഇടപാടോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ ചോദിച്ചാൽ അതിനെല്ലാം മറുപടി വരും. ഈ ഗോവർദ്ധനുമായിട്ട് കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടു, ആ രീതിയിലുള്ള ഇല്ല, അതൊക്കെ അവര് പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും ജോലി വേണ്ട, എല്ലാം നിങ്ങൾ തന്നെ ആ ജോലി ഏറ്റെടുത്ത് നിങ്ങൾ തന്നെ ഇത് നാളെ ചാനലിൽ കൊടുത്താൽ അതല്ലല്ലോ ആവശ്യം. അവർക്കൂടെ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണ്ടേ? SIT-യുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. അവർക്കൂടെ കുറച്ച് ജോലിയൊക്കെ അവരോട് ചെയ്യട്ടെ. ആ ജോലി ചെയ്യുന്നതനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകും.